ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IRCTCയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ളതാണ്. ഓൾറെഡി നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് IRCTC എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സിസ്റ്റത്തിലൂടെ നമ്മൾ IRCTC ലോഗിൻ ചെയ്ത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. തത്കാൽ ടിക്കറ്റ്, നോർമൽ ടിക്കറ്റ് നമ്മളുടെ വ്യത്യാസവും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നിരുന്നൊരു ഡൗട്ടാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അതാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് IRCTC റെയിൽ കണക്ട് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ദ യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി മറ്റേ നോർമൽ തൽക്കാൽ ടിക്കറ്റിനകത്ത് എങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. ആ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്പിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവർ നിങ്ങൾക്ക് ഒരു ലോഗിൻ ചെയ്യാനായിട്ട് ഒരു പിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറയും. അതൊരു 4 അക്ക പിന്ന് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പിന്നീട് ലോഗിൻ പ്രൊസീജിയേഴ്സ് വളരെ എളുപ്പമായിരിക്കും. എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോർമൽ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോ കണ്ടു നോക്കുക. അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ പിൻ അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാനാണ്. പിൻ അടിച്ചു കൊടുത്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ലോഗിൻ ആൻഡ് ബുക്കിംഗ് വിത്ത് OTP. ഫോർ എക്സാമ്പിൾ ബുക്കിംഗ് വിത്ത് OTP മീൻസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അതർവൈസ് നിങ്ങൾ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ലോഗിൻ, സോ ജസ്റ്റ് ഫിംഗർ പ്രിന്റ് ടച്ച് ചെയ്യുക. നിങ്ങൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ലോഗിൻ ആവും. ആ ലോഗിൻ ആയതിനു ശേഷം നിങ്ങൾ നോക്കേണ്ടത് ട്രെയിൻ, ബുക്ക് ടിക്കറ്റ് നോക്കാം. പക്ഷേ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനായിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം. ഫോർ എക്സാമ്പിൾ ന്യൂ ഡൽഹി ടു ചെന്നൈ സെൻട്രൽ, ന്യൂഡൽഹി ടു ചെന്നൈ സെൻട്രൽ. ഏത് ദിവസമാണ് യാത്ര ചെയ്യുക? ഫോർ എക്സാമ്പിൾ നമുക്ക് നോർമൽ ടിക്കറ്റ് 120 ദിവസം മുമ്പ് വരെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം. ഒക്ടോബർ 19 ഡേറ്റ് സെലക്ട് ചെയ്തു. എന്നാൽ ഇവിടെ നോക്കേണ്ടത് കോട്ട. ഇവിടെ കോട്ട നോക്കുമ്പോൾ ജനറൽ ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തത്കാൽ ടിക്കറ്റ് ആണെങ്കിൽ, തത്കാൽ ടിക്കറ്റ് എന്താണ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തത്കാൽ ടിക്കറ്റ് ആണെങ്കിൽ അവിടെ തത്കാൽ ചൂസ് ചെയ്യണം. അതല്ല ജനറൽ ടിക്കറ്റ് ആണ്, സീനിയർ സിറ്റിസൺ ആണ്, ഓരോ കാറ്റഗറി, പ്രീമിയം തൽക്കാലാണ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ, ഏത് കാറ്റഗറി കോട്ടയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ക്ലാസ്, AC ടയർ ആണോ, AC 2 ടയർ ആണോ, സ്ലീപ്പർ ആണോ, ഏത് കാറ്റഗറി. ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സ്ലീപ്പർ ആയതുകൊണ്ട് ഞാൻ സ്ലീപ്പർ ചൂസ് ചെയ്യുന്നു. ജനറൽ, ഡേറ്റ് സെലക്ട് ചെയ്യുക, നമ്മൾ സെർച്ച് ട്രെയിൻ കൊടുക്കുക. കുറെ ട്രെയിനുകൾ നോക്കും. 2 ഷെയറിംഗ് ആണോ, അല്ലെങ്കിൽ 2 സീറ്റർ ആണോ, സ്ലീപ്പർ ആണോ, തേർഡ് AC ആണോ, എവിടെ ടിക്കറ്റ് അവൈലബിലിറ്റി ഉള്ളത് നോക്കുക. ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഫ്ലൈറ്റിന്റെ പ്രൈസിംഗ് പോലെ കൂടുതൽ നീഡ് വരുന്ന സമയത്താണ് റേറ്റ് കൂടും. ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് കുറയുന്ന സമയത്താണ് റേറ്റ് കുറയും. അതാണ് ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ടൈം ഓഫ് ബുക്കിംഗിന് ചെറിയ വ്യത്യാസം വരാം. ഓക്കെ, ഫൈൻ, ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾ സ്ലീപ്പർ നോക്കുക. RAC 9 ആണ്. ഏത് ഡേറ്റ്? 19 തീയതി RAC 9. RAC 9 എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കൺഫേം ആണ്. പക്ഷേ നമുക്ക് മറ്റേ സൈഡിലുള്ള സീറ്റ് ടിക്കറ്റ് അവർ രണ്ടുപേരും ഒന്നിച്ച് നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ പിന്നെ നിങ്ങൾക്ക് കൺവീനിയന്റ് ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ്, ഫോർ എക്സാമ്പിൾ അവൈലബിൾ 18 എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 22 തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് 18 ടിക്കറ്റുകൾ അവൈലബിൾ. സെലക്ട് ചെയ്യുക, ശരി, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ സീനിയർ സിറ്റിസൺ കോട്ട എന്ന് പറയുന്നത് ഇല്ല എന്ന്. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് പാസഞ്ചർ ഡീറ്റെയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഓൾറെഡി എന്റെ പാസഞ്ചർ ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂ ഒരു പാസഞ്ചർ ആഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേര്, ഏജ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, ട്രാൻസ്ജെൻഡർ ആണോ, ഏത് ബർത്തിനാണ് ട്രാവൽ ചെയ്യാനായിട്ട് താല്പര്യം, അത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതല്ല ഓൾറെഡി എക്സിസ്റ്റിംഗ്, നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഡേറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് എക്സിസ്റ്റിംഗ് സെലക്ട് ചെയ്യാം. എന്റെ പേഴ്സണൽ ഡേറ്റ അതിനകത്ത് കിടപ്പുണ്ട്, നമ്മളിത് ആഡ് ചെയ്യുന്നു. സെലക്ട് ദ പാസഞ്ചർ കൊടുത്തു. ഓക്കെ, കൊടുത്തു. നമ്മൾ കൺഫേം ആണെന്ന് നോക്കുക. ഡീറ്റെയിൽ മൊബൈൽ നമ്പർ കറക്റ്റ് ആണെന്ന് നോക്കുക. കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ. കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ലീപ്പർ ആണ്. ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുന്ന സമയത്ത് AC-യിൽ ഏതെങ്കിലും ഒരു സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ TTR നമ്മളോട് അങ്ങോട്ടേക്ക് അപ്ഗ്രേഡ് ആയിക്കോളാൻ പറയും. അന്നേരം നമ്മൾ എക്സ്ട്രാ ആയിട്ട് പൈസ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് എൻ്റർ പ്രിഫേർഡ് കോച്ച് നമ്പർ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോച്ച് നമ്പറിലാണ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യമെങ്കിൽ ആ കോച്ച് നമ്പർ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ബാക്കി ഡീറ്റെയിൽ കറക്റ്റ് ആണ് നോക്കുക. ഏത് പേയ്മെന്റ് മോഡാണ് പേയ്മെന്റ്, റിവ്യൂ ദ ജേർണി, പ്ലീസ് വെരിഫൈ ദ പാസഞ്ചർ. ഓക്കെ, ഡൺ. പ്ലീസ്, ഓക്കെ, എന്താ ഫുഡ് ഉള്ളതുകൊണ്ട് ഏത് ഫുഡ് ഓപ്ഷൻ വേണമെന്ന് ഓക്കെ നമ്മൾ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്തു. അതിനുശേഷം റിവ്യൂ ദ ജേർണി റിവ്യൂ. നിങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു, ഏത് ഡേറ്റ് ആണ്, നിങ്ങളുടെ ബർത്ത് കറക്റ്റ് ആണ്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കമ്പാർട്ട്മെന്റ് ടൈപ്പ് കറക്റ്റ് ആണെന്ന് നോക്കുക. അത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ടു പേ, യെസ്.
ഇനി നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. പേയ്മെന്റ് ഓപ്ഷൻ നിങ്ങളുടെ കംഫർട്ടോട് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം UPO ഏത് ടൈപ്പ് ഓഫ് UPI ആണ് ഇത് നിങ്ങൾ ഇവിടെ വിർച്വൽ ID എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പേയ്മെന്റ് നടത്താവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ UPI ആപ്പിൽ ഒരു വിർച്വൽ ID ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മൊബൈൽ നമ്പർ അറ്റ് FDRL ഓർ മൊബൈൽ നമ്പർ അറ്റ് OK ആക്സിസ് അത് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. അതുപോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. നിങ്ങളുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കും? ഇപ്പൊ നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ പേയ്മെന്റ് ഓപ്ഷൻ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുവാണെങ്കിൽ പ്രൊസീഡ് ടു പേ. ഇവിടെ UPI ആപ്പ്, പേ ബൈ UPI ആപ്പ്, ബീം എടുത്തു. എന്റെ അക്കൗണ്ടിൽ ബീം ഉള്ളതുകൊണ്ട് ബീമിലേക്ക് ഒരു ഡയറക്റ്റ് കണക്ട് ആക്കി തരാം. നിങ്ങൾ ഇതിനകത്ത് ഏത് പേയ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ പേയ്മെന്റ് നടത്താവുന്നതാണ്. നിങ്ങളുടെ ബുക്കിംഗ് കൺഫേം ആയതിനു ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഇവിടെ ട്രെയിൻ മൈ ബുക്കിംഗ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്കമിംഗ് ആയിട്ട് വരുന്ന ജേർണി ഡേ, എനിക്കിപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ആയിട്ട് ഒരു ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ജേർണി കൊടുത്താൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നിങ്ങൾ ട്രാവൽ കംപ്ലീറ്റ് ചെയ്ത ജേർണിയുടെ ട്രീറ്റിൽ കിട്ടും. ഇതേ രീതിക്ക് ഒരു ടിക്കറ്റ് കിടപ്പുണ്ടെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ PNR നമ്പർ, ഏത് ബർത്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, എന്നാണ് ട്രാവൽ, ഏത് സമയത്ത് ട്രെയിൻ സ്റ്റാർട്ടിംഗ്, ഇതിന്റെ ഫുൾ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാവും. Video useful ആണെന്ന് വിശ്വസിക്കുന്നു. As a token of gratitude, please like to this particular video, share with your friends. Keep watching, keep learning. Thanks for watching. Bye.